നമുക്ക് വേദയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വേദയ്ക്ക് തന്നെ എന്തിനാണ് അവിടെ കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്നത് മനസ്സിലായില്ല. ആ സമയത്ത് അങ്ങോട്ടേക്ക് ഗുണ്ടാഭിലാഷ് വന്നു. ഗുണ്ടാഭിലാഷിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വേദ പറഞ്ഞു, എന്റെ ചേട്ടാ, എന്നെ എന്തിനാ ഇവിടെ കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്നത്? എന്നെ മര്യാദയ്ക്ക് അഴിച്ചുവിട്. ഞാൻ ആരാന്ന് നിനക്കറിയാവോ? ജില്ലാ ജഡ്ജി ശങ്കരനാരായണന്റെ മോളാന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവൻ അങ്ങോട്ടേക്ക് വന്നു. ഗുണ്ടാഭിലാഷ് അവളുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. എല്ലാം അറിയാടി മോളെ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു പറയണം. ഈ സമയത്ത് വേദയ്ക്ക് നല്ല കട്ടക്കലിപ്പായി. വേദ പറഞ്ഞു, മര്യാദയ്ക്ക് അഴിച്ചുവിട്. അല്ല, അതിവിടെ പിടിച്ച് കെട്ടിയിട്ടിട്ടല്ലടാ നീക്ക് ഈ ഗുണ്ടായസം കാണിക്കണ്ടേ. എൻ്റെ ഭർത്താവ് ആരാ നിനക്കൊന്നും അറിയത്തില്ല. എൻ്റെ ഭർത്താവ് ഇപ്പം ദേ ജയിലിൽ നിന്നും കൂടെ ഇറങ്ങിയതുള്ളൂ. ഇതെങ്ങാനും അറിയുവാണെങ്കിൽ നിന്നെയൊന്നും ബാക്കി വെച്ചേക്കില്ലെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പത്തിനും അവന്മാരം കൂടി ചിരിച്ചു. പിന്നീട് അവൻ വന്നിട്ട് പറഞ്ഞു, എടി നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന എന്തിനാണെന്നറിയോ? ഞങ്ങൾക്ക് അല്പം രസിക്കണം തോന്നി, അതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നാന്ന് പറയണം എന്നും പറഞ്ഞിട്ട് വേദയുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്നിരിക്കുവാണ്. വേദ പറഞ്ഞു, ദേ എൻ്റെ അടുത്തേക്ക് വരില്ലെന്ന് പറയണം. ദേ എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യൂടെന്ന് ചോദിക്കാം. അപ്പോഴേക്കും വേദ പറഞ്ഞു, ചെയ്യുന്ന എന്താന്ന് കാണിച്ചു തരടാ. ഈ കെട്ടെന്ന് അഴിച്ചുവിട്. നിന്റെ കർണം പോയിക്കുന്ന ഞാൻ കാണിച്ചു തരാമെന്ന് പറയണം. പെമ്പിള്ളേരുടെ കൈയുടെ ചൂട് നീ അറിഞ്ഞിട്ടില്ല, അതാന്ന് പറയണം. അത് കേട്ടപ്പം ഗുണ്ടാഭിലാഷിന്റെ കൂടെയുള്ള ശിങ്കിടി പറഞ്ഞു, ഇവളൊരു പെണ്ണ്, ഒരു ഒന്നൊന്നര പെണ്ണാന്ന് തോന്നേ, കലിപ്പന്റെ കാന്താരിയാന്ന് തോന്നില്ലോ എന്ന് പറയണം. അപ്പോഴേക്കും ഗുണ്ടാഭിലാഷ് പറഞ്ഞു, എടി അവിടെ നിന്ന് തിളയ്ക്കാതെ അവിടെ നിന്ന് അടങ്ങിയിരിക്കാൻ പറയണം. ദേ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് എന്തിനാന്ന് പറ. എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവണമല്ലോ. എന്ത് കാരണത്തിന് വേണ്ടി എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് ചോദിക്കണം. ആർക്ക് വേണ്ടിയാന്ന് ചോദിക്കണം. അപ്പോഴേക്കും ഗുണ്ടാഭിലാഷ് പറഞ്ഞു, അത് നിനക്ക് മനസ്സിലായില്ലല്ലേ? എടി നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞ ആളുണ്ടല്ലോ, അയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ കൂട്ടിക്കൊണ്ട് വരികയും ചെയ്യും. അത് മാത്രമല്ല, കൊല്ലണമെന്ന് പറഞ്ഞാൽ കൊല്ലും, തല്ലണമെന്ന് പറഞ്ഞാൽ തല്ലും. അയാൾ പറയുന്ന എന്തും ഞാൻ അനുസരിക്കുമെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പത്തിനും വേദ വെച്ചു, അയാൾ ആരാന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കുമാണ് MLA വാസവൻ അങ്ങോട്ടേക്ക് വരുന്നത്. അതെ, ഞാനൊരു പാവ MLA ആണേ, എൻ്റെ പേര് വാസവൻ എന്നാന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പത്തിനും ഒരു ഞെട്ടലോട് കൂടി വേദ അയാളെ നോക്കുവാണ്. അയാളെ കണ്ടു കഴിഞ്ഞപ്പത്തിനും വേദ ചോദിച്ചു, നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിനും അയാളിങ്ങനെ നോക്കി വാസവനെന്ന് വേദയെ നോക്കുകയാണ്. പിന്നീട് വേദ പറഞ്ഞു, ഞാൻ നിങ്ങളെ സഹായിക്കുമല്ലേ ചെയ്തേ, വിക്രത്തിനെതിരെ മൊഴി കൊടുക്കുകയല്ലേ കോടതി ചെയ്തേ, പിന്നെ നിങ്ങൾ എന്തിനാ എന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പത്തിനും വാസവൻ ഗുണ്ടാഭിലാഷിനെ നേരെ തിരിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അത് ശരിയാണല്ലോടാ, ഈ പെങ്കൊച്ച് നമ്മളെ സഹായിക്കുമല്ലേ ചെയ്തേ, പിന്നെ എന്തിനാടാ ദേ ഇവിടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് അവന്മാരവിടെ നിന്ന് ചിരിക്കുവാണ്. ഈ സമയത്ത് വിക്രത്തിന് തലയൊക്കെ മസാജ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണ് കമല. അങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ശ്രീജ ഒരു പാത്രത്തിനകത്ത് കുറച്ച് താളിയൊക്കെ ആയിട്ട് വരുവാണ്. അപ്പോഴേക്കും വിക്രം ചോദിച്ചു, ഇതെന്താ ശ്രീജ അടുത്തെന്ന് ചോദിക്കുക. കുറച്ച് താളിയാന്ന് പറയണം. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, എന്തിനാമ്മ ഇതൊക്കെയെന്ന് ചോദിക്കുക. എടാ കുറച്ച് ദിവസം നീ ജയിലിൽ കിടന്നതല്ലേ, ദേ തല നന്നായിട്ട് മസാജ് ചെയ്ത് താളിക്കിട്ട് കുളി അങ്ങോട്ട് കുളിച്ചാൽ മതി എന്ന് പറയണം. എൻ്റെ അമ്മേ, ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ വല്ല ഷാമ്പു ഇട്ടോളാന്ന് പറയാം. അത് പറ്റില്ല, നീയേ ഈ താളി തേച്ച് തന്നെ അങ്ങോട്ട് കുളിച്ചാൽ മതി, തലേ ഷാമ്പു ഇടേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയണം. പിന്നീട് വിക്രം പറഞ്ഞു, അമ്മേ കുറച്ച് സമയം കൂടെ തല മസാജ് ചെയ്യാൻ നല്ല സുഖമുണ്ട്. ജയിലിൽ കിടന്നിട്ട് തലയ്ക്കൊക്കെ എന്തോ ഒരു പെരുപ്പ് പോലെയായിരുന്നു, സിമെന്റ് തറയായിരുന്നല്ലോ എന്നൊക്കെ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കമലയ്ക്ക് ഭയങ്കര വിഷമമായി. ആ സമയത്ത് MLA വാസവന് വേദയുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, എൻ്റെ മുന്നിൽ കിടന്ന് നാടകം കളിക്കുന്നോടി എന്നൊക്കെ ചോദിച്ചിട്ട് വേദയുടെ കഴുത്തിനങ്ങോട്ട് കയറി കുത്തി പിടിക്കുകയാണ്. ഈ സമയത്ത് വേദയ്ക്ക് ശ്വാസം കിട്ടുന്നുണ്ടായിരുന്നില്ല. വേദ ശ്വാസത്തിന് കയറി പിടയുവാണ്. പിന്നീട് അവസാനം വാസവനെ കയ്യങ്ങട അയച്ചു. എന്നിട്ട് പറഞ്ഞു, നീ നാടകം കളിച്ച് പോരാഞ്ഞിട്ട് വീണ്ടും ഇപ്പോഴും അത് തന്നെ ആവർത്തിക്കുന്നോടിന്ന് ചോദിക്കുകയാണ്. ചേട്ടപ്പം വേദ പറഞ്ഞു, എൻ്റെ ചേട്ടാ, ഞാൻ എങ്ങനെ നാടകം കളിക്കും, എനിക്കൊന്നും അറിയില്ല എന്ന് പറയണം. ദേ വെറുതെ പിന്നെ എൻ്റെ അടുത്ത് കിടന്ന് പറയല്ലേ കേട്ടോ എന്നൊക്കെ വാസവൻ പറയണം. എടി നീ അറിയാതെ എങ്ങനെയാടി പിന്നെ നിന്റെ കാമുകൻ അവിടെ എത്തിയെന്ന് ചോദിക്കുകയാണ്. കാമുകനോ? ഏത് കാമുകൻ? നിന്റെ പഴയ കാമുകനുണ്ടല്ലോ, ആ ദർശൻ വക്കീല്, നീ പറഞ്ഞിട്ടല്ലേ അങ്ങേര് വന്നേന്ന് ചോദിക്കുകയാണ്. ദേ വെറുതെ അനാവശ്യം പറയരുത്, എനിക്ക് അതിനകത്ത് യാതൊരു പങ്കുമില്ല എന്ന് പറയണം. വെറുതെ കള്ളത്തരം പറയരുതെന്ന് പറയണം. നീയും നിന്റെ അച്ഛനും പിന്നെ ആ ദർശൻ വക്കീലും കൂടെ ചേർന്നിട്ടാണ് ഈ പണിയെല്ലാം ഒപ്പിച്ചതെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, എനിക്കറിയില്ല, ഞാൻ വിക്രത്തിനെതിരായിട്ട് മൊഴി കൊടുത്താൽ മാത്രമേ ഉള്ളൂ. കോടതിയിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനുമാണ് ഞാൻ അറിയുന്നത് വിക്രത്തിന് വേണ്ടി ബാധിക്കാൻ വന്ന ദർശനാണ്. എടി മോളെ, എനിക്കറിയാടി, നിങ്ങൾ 3 പേരും കൂടെ ചേർന്നിട്ടുള്ള പണിയായിരുന്നു ഇതെന്ന്. കാണുന്നവർക്കൊന്നും തോന്നത്തില്ല, നീ വിക്രത്തിനെതിരെ മൊഴി കൊടുത്തതെന്ന് മനസ്സിലാവും.
പക്ഷേങ്കിൽ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവൂടി, നിങ്ങളുടെ 3 പേരും കൂടെ ചേർന്ന് വിക്രത്തിനെ പുറത്തിറക്കാൻ ചെയ്ത നാടകം ഇതെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേദയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വേദ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് അയാൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് വേദയ്ക്ക് മനസ്സിലായി. ആ സമയം കുളി കഴിഞ്ഞ് വിക്രം അടുക്കളയിലേക്ക് വരുന്ന സമയത്ത് അവിടെ കമലയുണ്ടായിരുന്നു. കമല പിന്നീട് ശ്രീജനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ ആ രാസ്നാദി എടുത്തുകൊണ്ട് വരാൻ പറയാണ്. പിന്നീട് വിക്രത്തിന്റെ തലയിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ശരിക്കും നേരാമണ്ണം തലയൊന്നും നീ തുവർത്തിയിട്ടില്ല അല്ലേ? എടാ പെട്ടെന്ന് പനി പിടിക്കൂടെ ചക്ക, ഇങ്ങോട്ട് വരാൻ പറഞ്ഞുകൊണ്ട് ആ തുവർത്ത് മേടിച്ചിട്ട് വിക്രത്തിന്റെ തല നന്നായിട്ട് തുവർത്ത് വേണം. അപ്പോഴേക്ക് ശ്രീജ രാസ്നാദിയൊക്കെ ആയിട്ട് വന്നു. രാസ്നാദി ഇട്ട് കൊടുക്കാൻ തുടങ്ങുമ്പോൾ വിക്രം പറഞ്ഞു, എന്താ അമ്മ ഇത് ഒരുമാതിരി കുഞ്ഞു കുട്ടികൾക്ക് ചെയ്യുന്ന പോലെ. എടാ ഇത് കുഞ്ഞു കുട്ടികൾക്കൊന്നുമല്ല, ഇത് തലേ വെള്ളമൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ പനി പിടിക്കും, മര്യാദയ്ക്ക് അത് ഇതങ്ങോട്ട് ഇട്ടാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രത്തിനെ പിടിച്ചു നിർത്തിയിട്ട് കമല തലേ രാസ്നാദിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ആ സമയത്ത് വേദയോട് വാസവൻ പറഞ്ഞു, എടി എൻ്റെ കണക്കൂട്ടലെല്ലാം പിഴച്ചു പോയത് എവിടെയാണെന്നറിയാവോ? ഞാൻ രാമൻ മേനോനില്ലേ, അയാളെ ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു പറയാണ്. വക്കാലത്ത് ഏറ്റെടുത്തിൽ നിന്നും. ഓഹോ, അപ്പം അത് ചെയ്ത് ഇയാളാണോ എന്നൊരു ചിന്ത വേദയുടെ മനസ്സിലേക്ക് വരികയാണ്. ഈ സമയത്ത് വേദ ചോദിച്ചു, ഓഹോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങളല്ലേ എന്ന് ചോദിക്കുകയാണ്. അതെ അങ്ങനെ തന്നെയാന്ന് പറയാണ്. പിന്നെ ഞാൻ ഈ കേസ് അങ്ങോട്ട് വിട്ടായിരുന്നു, ഇനിയിപ്പോൾ ആരും വാദിക്കാൻ വരത്തില്ലോ എന്ന് കരുതി അവന് വേണ്ടിയിട്ട്. പക്ഷെ അങ്ങനെ ഇരിക്കണ സമയത്താണ് എന്ന് പറഞ്ഞപ്പോഴത്തേനും വേദ പറഞ്ഞു, ഓ ദർശനം വക്കീലെത്തിയതല്ലേ, അപ്പം അതാണ് അതിനകത്തെ ടിസ്റ്റ് അല്ലേന്ന് ചോദിക്കുകയാണ്. പിന്നീട് വേദ ചിരിക്കുകയാണ്. നീ എന്തിനാടി ചിരിക്കുന്നേ? അല്ല നിങ്ങളൊരു MLA അല്ലേ, ഒരു ജനപ്രതിനിധി അല്ലേ എന്ന് ചോദിക്കണം. ആവശ്യത്തിന് മിച്ചം പണമുണ്ട്, ഒന്ന് കൈ ഞൊടിച്ചാൽ ഓടി വരാനായിട്ട് ഗുണ്ടകളുമുണ്ട്. നിങ്ങൾ അന്ന് എൻ്റെ വീട്ടിൽ വന്ന് എന്നോട് പറഞ്ഞില്ലേ, അന്നേ ഞാനൊരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് വിക്രത്തിന് വേണ്ടത് പുറത്താന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിക്രത്തിന് വേണ്ടി അല്ലെങ്കിൽ വിക്രത്തിൻ്റെ എതിരായിട്ട് മൊഴി പറഞ്ഞ്. എന്തിനാണെന്നറിയാവോ? വിക്രം ജയിലിൽ കിടക്കുവാണെങ്കിൽ അത്ര നാളെങ്കിലും സുരക്ഷിതനായിരിക്കുമെന്ന് കരുതിയിട്ട് മാത്രമാണെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വാസവൻ പറഞ്ഞു, എടി എനിക്ക് അവനെ അകത്താണെങ്കിലും പുറത്താണെങ്കിലും കിട്ടിയാൽ ഒരു കുഴപ്പമില്ലായിരുന്നടി. പക്ഷേങ്കിൽ ആ സമയത്ത് നിൻ്റെ അച്ഛനും പിന്നെ നിൻ്റെ കാമുകരെല്ലാവരും കൂടെ വന്നിട്ട് അവനെ രക്ഷിച്ചെന്ന് പറയണം. ഈ സമയത്ത് വേദ പറഞ്ഞു, ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി. എൻ്റെ അച്ഛനും പിന്നെ ദർശനമൊക്കെ ഇതിനകത്ത് ഇടപെടണമെങ്കിൽ അതിന് തക്കതായൊരു കാരണമുണ്ട്. ആ കാരണമില്ലാതെ എന്താണെങ്കിലും അവരിതിനകത്ത് ഇടപെടത്തില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ കാരണം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും MLA വാസവൻ പറഞ്ഞു, പറയാടി നിന്നോട് ആ കാര്യം പറയാം, കാരണം നിനക്കും അതേ ഗതി തന്നെയല്ലോ ഉണ്ടാവാൻ പോകുന്നത്, അപ്പം നിന്നോട് പറയാതിരുന്നിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ MLA വാസവൻ പറയണം. ഈ സമയം വിക്രം മുറിയിലേക്ക് വരുവാണ്. അങ്ങനെ മുറിയിലേക്ക് വരുന്ന സമയത്ത് വിക്രം കണ്ണാടിയിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ കണ്ണാടി വേദയുടെ പൊട്ട് കണ്ടു. പെട്ടെന്ന് വിക്രം ആ പൊട്ട് ഇങ്ങനെ എടുക്കുകയാണ്. പിന്നെ പൊട്ടിലേക്ക് നോക്കി. ഈ സമയത്ത് വിക്രത്തിന്റെ മനസ്സിലേക്ക് വരുന്ന കോടതിയായിരുന്നു. കോടതിയിൽ വേദയോട് ദർശൻ വക്കീൽ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളും നിങ്ങളുടെ കല്യാണം മുമ്പ് ഉറപ്പിച്ചു വെച്ചതിനായിരുന്നു. ആ സമയത്ത് ഒരു ദുർനിമിത്തം പോലെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിക്രം കടന്നു വരുന്നത്, ശരിയല്ലേ? പക്ഷെ നിങ്ങൾക്ക് വിക്രത്തോടൊപ്പം ഒരു ജീവിതം ഇഷ്ടമില്ലായിരുന്നു, പക്ഷെ അതിന് പ്രതികാരം ആണ് നിങ്ങളെ വിക്രത്തിനെതിരെ മൊഴി കൊടുത്ത് എന്നൊക്കെ പറഞ്ഞ് വേദയോട് ഇങ്ങനെ ദർശൻ വക്കീൽ പറയുന്ന ആ കാര്യങ്ങളൊക്കെ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. ആ സമയം MLA വാസവൻ എന്തുകൊണ്ടാണ് തൻ്റെ മകനെ വിക്രം തല്ലിച്ചതച്ചെന്നുള്ള ആ ഒരു കഥ, അതിൻ്റെ സത്യാവസ്ഥ വേദയ്ക്ക് അറിയണമായിരുന്നു. അതിനെക്കുറിച്ച് പറയുകയാണ്. നിനക്കറിയില്ലായിരിക്കാം, നീ അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല, പക്ഷെ ഇനി നിന്നോട് ഞാൻ അത് പറയാമെന്നും പറഞ്ഞുകൊണ്ട് വാസവൻ പറഞ്ഞു, വിക്രം ജയിലിൽ കിടന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരനായിരുന്നു ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ്. അയാളുമായിട്ട് വിക്രത്തിന് നല്ല അടുപ്പമായിരുന്നു. ബാലകൃഷ്ണൻ ഒരു മോളുണ്ടായിരുന്നു. അയാളുടെ മോളും എൻ്റെ മോനും ഒരേ കോളേജിലാണ് പഠിച്ചേ. എന്ത് ചെയ്യാനാ, അയാളുടെ മോളോട് എൻ്റെ മോൾക്കൊരു താല്പര്യം തോന്നി. ഒരു ദിവസം ഒരു സിനിമ കാണാനായിട്ട് വിളിച്ചു. പക്ഷെ അവൾ എന്ത് ചെയ്യാനായിട്ടാ, അവൾ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന്. അവൾക്ക് താല്പര്യം പോരായിരുന്നു. അവളൊരു സിനിമ കാണാൻ കൊണ്ടുപോക്കോട്ടെ എന്ന് എൻ്റെ മോൻ എന്നോട് പെർമിഷൻ ചോദിക്കുകയും ചെയ്താ, ഞാൻ പെർമിഷൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ അതിന് സമ്മതിക്കാതെ തോന്നിയപ്പോഴത്തേന് അവന് ദേഷ്യമായി. അവന് ബലമായിട്ട് അവളുടെ കയ്യെ കയറി പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു. ആ സമയത്ത് അവൾ അവൻ്റെ കർണത്തിനിട്ടൊന്ന് അടിച്ചെന്ന് പറയണം. എൻ്റെ മോനല്ലേ, അവന് ദേഷ്യം വരാതിരിക്കുമോ? അതും പോരാഞ്ഞിട്ട് അവൾ മാനേജ്മെൻറ്റിനോട് പോയി കംപ്ലൈൻറ്റ് ചെയ്തു. ആകെപ്പാടെ നാണക്കേടായില്ലേ, അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? പിന്നെ അവനൊന്നും നോക്കില്ല എന്ന് പറയണം. അവനൊരു സ്വഭാവമുണ്ട്, അത് കുഞ്ഞുനാളിലെ മുതലുള്ളൊരു സ്വഭാവം എന്ന് പറയണം. കുഞ്ഞുനാളിൻ്റെ അവൻ്റെ അമ്മമ്മ
ഇച്ചിരി ചൂട് കഞ്ഞി കൊണ്ടേ കൊടുത്തപ്പോൾ ഒരു 5ാം ക്ലാസ് വെച്ച് കഞ്ഞിക്ക് ചൂട് കൂടാലാന്നും പറഞ്ഞുകൊണ്ട് തിളച്ച കഞ്ഞി അവൻ്റെ അമ്മമ്മയുടെ മുഖത്തേക്ക് ഇടിച്ചു. ആ സമയത്ത് അവന് വല്ലാത്തൊരു ദേഷ്യവും കാര്യങ്ങളൊക്കെയാണ്. അവൻ്റെ റിലേ പോവും. അങ്ങനെ അവൻ്റെ റിലേ പോയ ദിവസമായിരുന്നത്. അവളെ കൊണ്ടുപോയിട്ട് അവൻ പതുക്കെ അവൾക്കൊട്ടൊരു പണിയും കൂടെ കൊടുത്തു. അവൾക്ക് ഒച്ചപ്പാടും അനക്കവും ഉണ്ടാക്കാതെ ഇരുന്നാൽ മതിയായിരുന്നു. പക്ഷേ എങ്കിൽ അവൾ അവിടെ കിടന്ന് വലിയവായി കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കി. പിന്നെ അവൻ വെറുതെ വിടുവോ? അവൻ്റെ റിലേ പെട്ടെന്ന് തന്നെ പോയി. അവൻ എന്ത് ചെയ്യുക? അവിടെ കിടന്ന് കമ്പി വെടിയ വാര എന്തൊക്കെ എടുത്തു. അവളെ നന്നായിട്ട് അങ്ങോട്ട് അടിച്ചു. കൈയും കാലും ഒക്കെ തല്ലി ഒടിച്ചു. തലയോട്ടിയൊക്കെ തല്ലിപ്പൊളിച്ചു. അത്രയും ചെയ്തു. പക്ഷേ എന്ത് ചെയ്യാനാ? ബാലകൃഷ്ണന് അതങ്ങ് ഒതുക്കി തീർക്കാവുന്നുണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ ഇനിയിപ്പം അവൻ്റെ മോളെ തല്ലിയതിൻ്റെ പേരിൽ എന്നോട് ഒന്ന് പറയാലോ, എന്നോട് ഒന്ന് പരാതി പറയാലോ, വേണമെങ്കിൽ അവൻ്റെ കർണത്തിന് 2 പൊട്ടിക്കാലോ. പക്ഷേ അവൻ എന്താ ചെയ്തതെന്നറിയാവോ? വിക്രത്തിനോട് പറഞ്ഞു. വിക്രത്തിനെ കൊണ്ട് തല്ലിപ്പിച്ചു. അതെനിക്ക് ഒട്ടും അങ്ങോട്ട് സഹിച്ചില്ല. അതുകൊണ്ടാടി എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ വേദ ഒരു ഞെട്ടലോട് കൂടിയിട്ട് ഇങ്ങനെ അയാളുടെ MLA വാസവനെ തന്നെ നോക്കുവാണ്. ആ സമയം വിക്രത്തിൻ്റെ അടുത്തേക്ക് നന്ദിനി വരുവാണ്. നന്ദിനി വന്നിട്ട് പറഞ്ഞു, എടാ അങ്ങോട്ടേക്ക് വരാൻ പറയണേ. എങ്ങോട്ടേക്ക്? അമ്മയാണ്ട പ്രാർത്ഥിക്കാൻ വിളിക്കുന്നു പറയണം. പ്രാർത്ഥിക്കാനോ? അമ്മയ്ക്ക് ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കുക. എനിക്കറിയത്തില്ല, നീ അങ്ങോട്ടേക്ക് വരാൻ പറയണം. അങ്ങനെ വിക്രത്തിനെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാണ്. ഈ സമയത്ത് MLA വാസവൻ വേദയോട് പറഞ്ഞു, അതെ, എൻ്റെ മോനെ അങ്ങനെ ചെയ്താൽ പിന്നെ എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ? അങ്ങനെയുള്ള ആ സമയത്താണ് നീ അവനെതിരെ മൊഴി കൊടുക്കാനായിട്ട് വന്നേന്ന് പറയാണ്. ഞാൻ കാത്തിരിക്കുമായിരുന്നു. എനിക്ക് വെറുതെ വിടാൻ പറ്റുമോ? അങ്ങനെ ഇരിക്കുന്ന സമയത്ത് രാമമ്മേനോ വന്നു. പിന്നെ അതിന് ശേഷമാണ് ദർശൻ വക്കീൽ വരുന്നത്. ദർശൻ വക്കീലും നിന്റെ അച്ഛനും എല്ലാം ചേർന്നിട്ട് അവനെ അങ്ങോട്ടേക്ക് രക്ഷിക്കാൻ ശ്രമിച്ചു. അപ്പം എനിക്ക് തോന്നി ഒരു പണി കൊടുക്കണമല്ലോ എന്ന്. അപ്പം ഞാൻ നോക്കിയപ്പോൾ നീയാണ് ഏറ്റവും നല്ലതെന്ന് തോന്നി. ആദ്യം ഓർത്തു നിന്റെ അച്ഛൻ ജഡ്ജിന് കൊടുക്കാമെന്ന് ഓർത്തെ. പിന്നെ ഓർത്ത് അത് വലിയ പ്രശ്നമാവുമല്ലോ എന്ന് കരുതി. അപ്പം നിനക്കിട്ടൊരു പണി തരുവാണെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ നല്ല ഗംഭീരമായിട്ട് നടത്താലോ എന്ന് കരുതി എന്നൊക്കെ പറയണം. ഈ സമയത്ത് വിക്രം എന്ത് ചെയ്യണം? നേരെ പൂജാമുറിയിലേക്ക് ചെല്ലുമ്പോഴത്തേനും അവിടെ കമലയും ശ്രീജയൊക്കെ ഉണ്ടായിരുന്നു. വിക്രം ചെന്നിട്ട് എന്താ അമ്മേ, എന്താ കാര്യം എന്ന് ചോദിക്കണം. എടാ മോനെ, ഇവിടെ നിന്ന് കുറച്ച് സമയം പ്രാർത്ഥിക്കാൻ വേണ്ടി നിന്നെ വിളിച്ചാന്ന് പറയണം. പ്രാർത്ഥിക്കാനോ? എന്തിനാ അമ്മ ഇതൊക്കെ എന്ന് ചോദിക്കണം. എടാ നീ ജയിലിലായിരുന്നു ഓരോ ദിവസം. ഇത് കണ്ടോ, ഞാനാണ് പ്രാർത്ഥിച്ച് ഓരോ നാണയങ്ങൾ ഇവിടെ എടുത്ത് വെച്ചിരുന്നു. നീ ഇത് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് ആ വിഗ്രഹത്തിന് മുന്നിലേക്ക് അങ്ങോട്ട് വെക്ക്. നാളെ ക്ഷേത്രത്തിൽ പോകുമ്പം കൊണ്ടിടാനുള്ളതെന്ന് പറയണം. അങ്ങനെ അവരെല്ലാവരും കൂടെ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനുമാണ് അങ്ങോട്ടേക്ക് വിനായകൻ കയറി വരുന്നത്. വിനായകൻ ദൂരയാത്ര കഴിഞ്ഞ് വരുമായിരുന്നു. അപ്പോഴേക്കും വിനായകൻ ചോദിച്ചു, എന്താ ഈ സമയത്തൊരു പ്രാർത്ഥന എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും നന്ദിനി പറഞ്ഞു, വിക്രം ജയിലിൽ നിന്ന് വന്നതിന് ശേഷം എങ്ങനെയാ എന്തൊക്കെയാ, തല മസാജ് ചെയ്യുന്നു, താളി തേച്ച് കുളിപ്പിക്കുന്നു, അത് മാത്രമല്ല രാസനാദിപ്പൊടി ഇടുന്നു. അതിനുശേഷം പ്രാർത്ഥന കാര്യങ്ങൾ. എൻ്റെ വിനായേട്ടാ, നിങ്ങളെ ഇങ്ങനെ ഈ കോയമ്പത്തൂർക്ക് സ്ഥലക്കച്ചവടമാണെന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഒരു കാര്യം ഇരുന്നില്ല. മിനിമം ജയിലിലെങ്കിലും പോവുകയാണെങ്കിൽ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ കിട്ടും. അല്ലാതെ സ്ഥലക്കച്ചവടം അതൊന്നും പോയിട്ടെന്ന് പറഞ്ഞാൽ വീട്ടിലൊരു വിലയും കിട്ടാൻ പോകുന്നില്ലെന്ന് പറയണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിലേ ജയിലിൽ പോയി കിടക്കണമെന്ന് പറയാം. നിങ്ങളൊരു കാര്യം ചെയ്യുക, ജയിലിലേക്ക് പോകാൻ എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം കമല നന്ദിനിയോ നോക്കി. എന്നിട്ട് പറഞ്ഞു, അപ്പം നീ വെറുതെ അല്ലല്ലേ എന്ന് ചോദിക്കണം. ഇതുകൊണ്ടൊക്കെയാണ് നീ വേദയുടെ ഭാഗം കൊണ്ട് പുറത്ത് വെച്ചല്ലേ. അയ്യോ അമ്മ അങ്ങനൊന്നും പറയില്ലെന്ന് പറയണം. പിന്നീട് വിനായകൻ എന്ത് ചെയ്യണം, അവൻ്റെ വിക്രത്തിൻ്റെ കൈയെടുത്ത് നീ ഇറങ്ങിയില്ലോ, കൺഗ്രാസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് കയറി പോവാണ്. ഈ സമയത്ത് വിക്രം ഇങ്ങനെ കമലയെ ഒന്ന് നോക്കി. ആ സമയം MLA വാസവൻ വേദയുടെ അരികിൽ നിന്ന് എഴുന്നേറ്റ് നേരെ ഗുണ്ടാഭിലാഷിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ്. എന്നിട്ട് പറഞ്ഞു, എടാ പിള്ളേരെ ആക്രാന്തം കാണിച്ചൊന്നും അങ്ങോട്ട് പെട്ടെന്നങ്ങ് ചെയ്ത് വിട്ടേക്കില്ല. അറിയാലോ, എല്ലാ സാവകാശം മതി. കുറച്ച് ശ്വാസം അവൾക്ക് വേണം. ഒരുത്തി അവിടെ കിടക്കുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ അവളെ കിടത്തണമെന്ന് പറയണം. പിന്നെ വിക്രം വന്ന് നോക്കുന്ന സമയത്ത് ഒരിത്തിരി ശ്വാസം അവിടെ ഇട്ടേക്കണമെന്ന് പറയണം. പിന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ, നന്നായിട്ട് അങ്ങോട്ട് കൈകാര്യം ചെയ്തോ, നിങ്ങൾക്ക് വേണ്ട പോലെയൊക്കെ കൈകാര്യം ചെയ്തോളാം പറയണം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് അവന്മാർക്ക് മനസ്സിലായി. പിന്നീട് വാസുവൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും വേദ വല്ലാത്തൊരവസ്ഥയിൽ എന്ത് ചെയ്യണം നടത്തില്ല. വേദയുടെ കൈയും കാലും എല്ലാം ബന്ധിച്ചേക്കുന്നുണ്ട്. വേദയ്ക്ക് അനങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവിടുന്ന് എങ്ങനെയൊന്ന് പുറത്ത് കിടക്കാൻ പറ്റും എന്നൊക്കെ വേദ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.